പ്രവർത്തന മേഖലയുടെ വൈപുല്യം കൊണ്ടും പ്രവൃത്തിയുടെ മൂല്യം കൊണ്ടും ആദരണീയനായ ഒരു വ്യക്തി. നാട്യങ്ങളില്ലാത്ത ഗ്രാമത്തിൽ ജനിച്ച് പിന്നീട് നടനായി തീർന്ന കലാകാരൻ. നടനായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാകുമായിരുന്നു. വക്കീലാകാൻ പഠിച്ചു, പക്ഷേ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട്. അങ്ങനെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. സാഹിത്യത്തോടുള്ള കമ്പം കൊണ്ട് പിന്നീട് എഴുത്തുകാരനുമായി. അഭിനയത്തിനുള്ള പുരസ്കാരം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി തവണ വാരിക്കൂട്ടിയ ആ മഹത് വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, പ്രമുഖനായ അഭിനേതാവ് ശ്രീ മുരളി. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ മുരളി. സാധാരണ പറയാറുണ്ടല്ലോ, ഒരു നാട് പോലെയല്ല മറ്റൊരു നാടും, മറ്റൊരു നാട് പോലെയും അല്ലാത്ത ഒരു നാടാണ് കുടവട്ടൂർ, അല്ലേ? നമുക്ക് ആ നാട്ടിൽ നിന്ന് തുടങ്ങാം, ബാല്യകാലം തൊട്ട് തുടങ്ങാം. എൻ്റെ ബാല്യം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. അഭിനയം 5ാം ക്ലാസ്സിൽ തുടങ്ങിയ എനിക്ക് അന്നും ഇന്നും ഒരു എളുപ്പവഴിയല്ല അഭിനയം. വളരെ ബുദ്ധിമുട്ടാണ് അഭിനയിക്കാനായിട്ട്. കാരണം ഇതൊരുപാട് പഠിച്ചത്, അന്വേഷിച്ചു. ആദ്യം ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞല്ലോ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറി അങ്ങനെയുള്ള പരിപാടിക്കാണ് പിന്നെ അഭിനയിക്കുന്നത്. സിനിമയിൽ ഒരിക്കലും ഞാൻ മുഖം കാണിക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അപ്പോഴൊക്കെ സ്റ്റേജ് തന്നെയായിരുന്നു മുരളിച്ചേട്ടൻ്റെ മനസ്സ്. ആ സിനിമയിൽ ആരും എനിക്ക് പരിചയമില്ലായിരുന്നു. സിനിമാ നടനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ സിനിമാ ആയാലും ആയിക്കഴിഞ്ഞാലുമുള്ള ചില ഗ്രാമർ അതൊന്നും എനിക്ക് വശമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റേജ് മാത്രമായിരുന്നു. ശരിക്കും ഞാൻ സിനിമയിൽ വരുന്നതിൻ്റെ ഉത്തരവാദി ഇവിടെ ഉണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണൻ, പിന്നെ നരേന്ദ്രപ്രസാദ്. അല്ല, നമുക്കൊക്കെ സാധാരണഗതിയിൽ ഈ അഭിനയത്തോടൊരു ഇഷ്ടം തോന്നി തുടങ്ങാൻ ഒരു പ്രധാന കാരണം എപ്പോഴും സിനിമയായിരിക്കും. കാരണം സിനിമയാണല്ലോ നമുക്ക് കാണാൻ എളുപ്പമുള്ള. അല്ലല്ല, ശ്രദ്ധിക്കുന്ന അനുഭവമായിരിക്കും. എൻ്റെ അനുഭവത്തിൽ എനിക്ക് സിനിമയല്ല. കാരണം ഞാൻ ആദ്യം കാണുന്ന സിനിമ ശബരിമല ശ്രീ അയ്യപ്പൻ എന്നുള്ള സിനിമയാണ്. 1962 എനിക്ക് തോന്നുന്നു. അന്ന് കൊട്ടാരക്കര മിനർവ എന്ന് പറഞ്ഞ തിയേറ്റർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സിനിമ കണ്ണും കരളും, കമലഹാസൻ അഭിനയിച്ച സിനിമയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സിനിമ അങ്ങനെ ലോകമേ എൻ്റെ മുമ്പിലേ ഇല്ല. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സിനിമ വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, അപ്പം അതിനു മുമ്പ് ഈ അഭിനയത്തോട് പിന്നെ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം സ്റ്റേജ് മാത്രമാണ്, നാടകം കണ്ടത്. നാടകം മാത്രമാണ്.